നമസ്കാരം. മാങ്ങാണ്ടി വെളുപ്പിക്കൽ അഭിമുഖം കാണുകയായിരുന്നു. കണ്ടപ്പോൾ ഉള്ളിൽ തോന്നിയൊരു കാര്യം, നമ്മുടെ നാട്ടിൽ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരുണ്ട്. വ്യഭിചാരം വരെ. ആ വ്യഭിചാരത്തിൽ പോലും ഒരു അന്തസ്സുണ്ടായിരിക്കും. കാര്യം ഒരു നിവൃത്തിയുമില്ലാതെ പണത്തിന് വേണ്ടി വ്യഭിചാരം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു പോകുന്ന ജീവിതങ്ങളുണ്ട്. അത് അവരുടെ അവസ്ഥ കൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നതാണ്. അതിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ആർഭാടത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സ്വന്തം ജീവിതം കുറച്ചുകൂടി പണം കിട്ടിയാൽ കൊള്ളാം, കയ്യിലുള്ളത് പോരാ, അതിൽ ജീവിക്കാൻ പറ്റില്ല, കുറച്ചുകൂടി ആഡംബരത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വ്യഭിചാരം നടത്തുന്നവരുണ്ട്. അതിനെ നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. കാര്യം പണത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം. അതാണ് ഇന്ന് 24-ൽ കണ്ടത്. മാധ്യമ വ്യഭിചാരം. എന്തായിരുന്നു? സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ഒരു പെർവേർട്ടിൽ നിന്നുണ്ടായ ദുരനുഭവത്തെ എല്ലാം മറന്നുകൊണ്ട് പണം കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഏത് ഗോവിന്ദചാമിയെ വെളുപ്പിക്കാനും കണ്ടൻ നായരും ഒപ്പം തന്നെ മാങ്ങാണ്ടിയുടെ ഉറ്റ സുഹൃത്തും കേരളത്തിലെ മറ്റൊരു മാധ്യമ പ്രവർത്തകരും തയ്യാറായില്ലെങ്കിലും മാങ്ങാണ്ടിയെ വെളുപ്പിക്കാനുള്ള ഉത്തരവാദിത്വം തൻ്റെ കോ പാർട്ട്ണറും അല്ലെങ്കിൽ തൻ്റെ പല ബിസിനസ് പങ്കാളി കൂടിയായിട്ടുള്ള മാങ്ങാണ്ടിയെ വെളുപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഹാഷ്മി താജ് ഇബ്രാഹിമിനുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്ന് ഈ പൈസ മേടിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്ക് ആഹാരം വാങ്ങി കൊടുക്കാൻ ചെല്ലുകയാണെങ്കിൽ ആ ആഹാരം വാങ്ങി കഴിക്കേണ്ടി വരുന്ന അവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരു അന്തസ്സ് ഉണ്ടായിരിക്കണം. ഇത് ഈ നാട്ടിൽ പിറക്കാതെ പോയ അല്ലെങ്കിൽ അമ്മ ആഗ്രഹിച്ചിട്ട് പോലും നിലവിളി പോലും ചോരയിൽ ഒലിപ്പിച്ച് കളഞ്ഞ ഒരു പേവട്ടിനെ വെളുപ്പിച്ച പണം വാങ്ങി സ്വന്തം മക്കൾക്കോ കുടുംബത്തിനോ അരി വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ പിടിക്കുമെന്ന് ഒരിക്കലും ശ്രീ കണ്ടൻ നായരോ അല്ലെങ്കിൽ ഹാഷ്മി താജ് ഇബ്രാഹിമോ കരുതരുത്. ഒരു പേവേർട്ടായിട്ടുള്ള വ്യക്തിയെ, അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, പണം കൈവശമുണ്ടോ, ഈ മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്തോ നിഷ്പക്ഷതയാണ്, സത്യം മാത്രം പറയുന്നവരാണെന്ന് കരുതുന്നവരോട് കൂടി പറയാനുള്ള ഒരു കാര്യമുണ്ട്. ചില മുതലാളിമാർ വരുമാനത്തിന് വേണ്ടി നടത്തുന്ന സ്ഥാപനം മാത്രമാണിത്. അവരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ വെള്ളപൂശി പണമുണ്ടാക്കുക, അവർക്ക് താല്പര്യമുള്ളവർക്ക് ഹൈപ്പ് കൊടുത്ത് പണമുണ്ടാക്കുക, എങ്ങനെയും ലാഭമുണ്ടാക്കി ഈ കച്ചവടത്തിൽ നിന്ന് കോടികൾ സമ്പാദിക്കുക. അല്ലാതെ സാമൂഹ്യ പ്രവർത്തനമല്ല എന്ന് ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരേ മേഖലയിൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകൾക്കുണ്ടായ ദുരനുഭവം, ആ സ്ത്രീകളെ സഹപ്രവർത്തകർ പോട്ടെ, ഈ വേട്ടക്കാരനോടൊപ്പം ഓടുകയും ഇരയോടൊപ്പം സാന്ത്വനം പറഞ്ഞ് രണ്ടിനെയും വിറ്റ് കാശാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ കാണുന്ന ഈ പിമ്പുകൾ എന്ന് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ മാങ്ങാണ്ടിയെ പോലൊരു വ്യക്തിക്ക് വിസിബിലിറ്റി ഉണ്ടാക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഭാവിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനെന്തേ വഴിയുള്ളൂ? പണം കൊടുത്താലും മുന്നിൽ ചെന്നൊരു ഏറാൻ മൂളിയെ പോലെ അല്ലെങ്കിൽ കാല് നക്കുന്ന അടിമകൾക്ക് പോലും ഈ അവസ്ഥ ഉണ്ടാകില്ല. കാര്യം അവർക്കും ചിലപ്പോൾ അന്തസ്സുണ്ടാകും തോന്നുകയാണ്. സാധാരണഗതിയിൽ ചാനൽ ചർച്ചകളിലൊക്കെ എന്തൊരു അരഗൻ്റാണ്. പക്ഷേ വിനീതദാസനായിട്ടിരുന്ന് ഒരാവേശവുമില്ലാതെ മാങ്ങാണ്ടിക്ക് പറയാനുള്ളത് മുഴുവൻ സഹിഷ്ണുതയോടെ കേട്ടിരിക്കുന്ന ആ ഹാഷ്മിയെ കാണുമ്പോൾ പിമ്പ് പണിക്ക് ഇതിനേക്കാൾ അന്തസ്സുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. പണം വാങ്ങി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഈ മാധ്യമ വ്യഭിചാരത്തിനും കൂട്ടിക്കൊടുപ്പിനും ചെയ്യുന്ന പണിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ആ ഒരൊറ്റ ഇൻ്റർവ്യൂ കണ്ടാൽ മതി. നിങ്ങൾ ഒരു കാര്യം കൂടി നോക്കണം. ആ ഒരു പ്ലാൻഡ് ഇൻ്റർവ്യൂവിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ മടിയിൽ ഒരു പേപ്പർ കൂടി ഇരിപ്പുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണെന്നറിയോ? മാങ്ങാണ്ടി തയ്യാറാക്കി കൊടുത്ത ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച് എനിക്ക് വെള്ളപൂശാനുള്ള അവസരം തരും, എനിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ച് മത്സരിക്കാൻ എന്നെ ഒന്ന് വെള്ളപൂശി കുറച്ച് ഏഷ്യൻ പെയിന്റ് വാങ്ങി അടിച്ച് പുറത്തേക്ക് വിടും, ഞാനൊരു മാന്യനായിട്ടുള്ള പീഡക വീരനാണ്, ഞാൻ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഇതോടുകൂടി അവസാനിപ്പിക്കണമെന്ന നിലയ്ക്ക് സ്വന്തം വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പോലും മറന്നുകൊണ്ട് അത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായ ശ്രീ കണ്ടൻ നായരുടെ കുടുംബത്തെയും ഒപ്പം തന്നെ ആ പേവേർട്ടിന് മുന്നിൽ ഈ പറയുന്ന സ്ത്രീകളെ മുഴുവൻ അപമാനിക്കാനായിട്ട് ഒരു മൗത്ത് പീസിനെ പോലെ ഇരുന്ന ഹാഷ്മി എന്ന പിമ്പിനെ ഓർത്ത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ മേഖലയിൽ ജോലി ചെയ്യേണ്ടി വന്നതോർത്ത് ലജ്ജിച്ച് തല താഴ്ത്തുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ.